ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഒരു ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ എടുത്തു ഒരു അക്കൗണ്ടിൽ, ഒരു ചേച്ചിന്റെ അക്കൗണ്ടിൽ. അത് എടുത്തുകാണ്ട് കഴിഞ്ഞ് നോക്കിയപ്പോ അക്കൗണ്ടും പൂട്ടിപ്പോയി. ആർമിയുടെ ഒരു റീലിട്ട്, പക്ഷെ അത് അശ്വിനിക്കാണ് ഇത്ര പാരയാവൂന്ന് കരുതിയോ? വല്ലം പറ്റിയോടാ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ കുറിപ്പേട്ടാ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പോൾ ഞാൻ ഈ ഒരു സെൻസേഷൻ ആയതിനു ശേഷമാണ് ആ പഴയ പോസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പം ഇത്രയും വലിയൊരു വിഷയമാക്കി മാറ്റിയത്. കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ നാണല്ലോ. അതിലൊരു സത്യാവസ്ഥയില്ല, അതൊരു ഫേക്ക് ന്യൂസ് മാത്രമാണ്. ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോട് പറയാൻ, ചിലപ്പോ അവർ വിശ്വസിച്ചോളൂ. പ്ലാൻ ചെയ്ത് എടുക്കുന്ന ഒരു വീഡിയോ, അല്ലാതെ അത് ലൈവ് അല്ല. അപ്പൊ അതിന്റെ പിന്നിലൊരു സ്റ്റോറി കാണും. ഉണ പറഞ്ഞ് ഫലിപ്പിക്കാൻ എന്റെ അത്ര എക്സ്പെർട്ട് കേരളത്തിൽ വേറെ ആരുമില്ല. ഞാൻ പറയുന്നൊന്നും വിശ്വാസമായിട്ടില്ലല്ലേ ഈശ്വര, ഞാൻ ആരെ കൊണ്ടാ സത്യം ചെയ്യുക? ആർമി കാർഡ് കാണിച്ചാണ് ടോള് പാസ് ചെയ്തതെന്നോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ആർമിക്കാരൻ ഉണ്ടായിരുന്നെന്നോ ഒന്നും ഞാൻ അതിൽ പറയുന്നില്ല. അതേതായാലും നന്നായി, കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. അത് ജസ്റ്റ് ഒരു, അതിന് താഴെ ഞാൻ ഇറ്റ്സ് ജസ്റ്റ് എ ഫൺ റീൽ എന്ന് ഡിസ്ക്ലൈമർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വളച്ചൊടിക്കലാണ്. പക്ഷെ അത് ആർമീനെ ഒരു മാതിരി നാണം കെടുത്തുന്ന കണക്കായി പോയി എന്നുള്ളൊരു തോന്നൽ വന്നില്ലേ? എന്ത് പറ്റി? അതാ പെൺകുട്ടിക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയില്ല. കുരുത്തക്കേട് ഒരു അല്പം കൂടുതലാണ്. എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ, പക്ഷെ അതാർക്കും മനസ്സിലായില്ല. മിസ്യൂസ് അല്ല, ഇത് ഒരു ഫണ്ണെന്നും നമുക്കതിനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ജസ്റ്റ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തു, ഓക്കെ. പക്ഷേ ആരെയും എന്താണ് ഒരു അവയർനെസ് പോലെ ഒരു എന്തെങ്കിലും അത് ഞാൻ കൊടുത്താൽ മതിയായിരുന്നു. നല്ല 4 പെടകിട്ടിയ ആരായാലും നന്നാവും. അതൊരു പോലീസുകാരന്റെ കയ്യിൽ നിന്ന് കൂടി ആവുമ്പോ ശരിക്കും നന്നാവും. 24 മണിക്കൂറിനകം നീ പാപ്പാനൊരു കോപ്പമല്ലെന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ ഞാൻ തെളിയിച്ചിരിക്കും. ഈ പുരുഷന്മാർക്കും തുടങ്ങാം, അവർക്കും അതിൽ എന്താണോ നിങ്ങൾക്ക് കഴിവുള്ളത് ആ കഴിവ് നിങ്ങൾക്ക് അതിൽ ഇട്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കൗണ്ട് ഇൻക്രീസ് ചെയ്യും. പക്ഷെ അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്താണോ നിങ്ങൾക്ക് കഴിവുള്ളത്. കിട്ടുണ്ണി, താനിതെന്ന അമ്മയായത്? എന്റെ അവസ്ഥ എന്നെ ഒരു അമ്മയാക്കി ജോജി. കേരളത്തിലെ ജിമ്മൻ ചേട്ടന്മാര് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അവർ ഷെട്ടിയിട്ട് വീഡിയോസ് ഫോട്ടോസ് ഇടുന്നില്ലേ? അല്ല, അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചു? അവരുടെ മസിൽ, അവരുടെ ചെസ്റ്റ് കാണിക്കുന്നില്ലേ, അവര് തൈസ് കാണിക്കുന്നില്ലേ? എന്താണ് ചായ മാറ്റാം, എങ്ങനെ കാണിച്ചു തരാം? ഞാനല്ല, സത്യമായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ. അപ്പൊ അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ജിമ്മന്മാരുണ്ട്. അപ്പൊ അതും ചർച്ച ചെയ്യണം. ഇത് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്, അല്ലേ? അയ്യോ ആശാനെ, ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ്, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പൊ പോകുന്നു, അതാ നല്ലത്. പക്ഷെ ഞാൻ തിരിച്ചു വരും. 3.5 മില്യൺ ഫോളോവേഴ്സ് താൻ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാ. അത് ഒറ്റയടിക്ക് അങ്ങോട്ട് ഇല്ലാണ്ടാവാന്ന് വെച്ചാ